ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുതുതായി യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതായാലും യൂട്യൂബ് ചാനലുള്ളവർക്കായാലും പുതിയ പുതിയ ടിപ്സുകളുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിട്ടുള്ളതല്ല, എപ്പം വേണമെങ്കിലും ഡിലീറ്റ് ആയി പോകാം. നമ്മുടെ ഇതുപോലെ വീഡിയോ റെഫറൻസ് ചെയ്യുന്നത് പോലെ ആയിരിക്കും കാര്യങ്ങൾ നീങ്ങുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും ഡിലീറ്റ് ആയി പോകാം. ചില ചാനലിലൊന്നും ഒരു വ്യൂസും കാണില്ല, എത്ര ഷോർട്ട് ഇട്ടാലും എത്ര വീഡിയോ ഇട്ടാലും നോ വ്യൂസാണ്. കാരണം ചിലപ്പോൾ ഓഡിയോയുടെ പ്രശ്നമായിരിക്കും, ചിലപ്പോൾ ചാനൽ മോണിറ്റൈസേഷൻ ആവാൻ തന്നെ കുറേ കാലം എടുക്കും. അതിൻ്റെ എല്ലാത്തിനും ടിപ്സാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്കും ഈ അവസ്ഥ വന്നേക്കും. അതിനായി കൂടുതൽ ടിപ്സുകൾ ഈ ചാനലിലൂടെ നിരവധി വീഡിയോസിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ എത്ര റവന്യൂ കിട്ടിയാലും എത്ര മോണിറ്റൈസേഷൻ ആയാലും തന്നെ നമ്മുടെ ചെറിയ മിസ്റ്റേക്ക് കാരണം നമ്മൾ അപ്പോൾ തന്നെ ചിലപ്പോൾ ഉടൻ തന്നെ നമ്മുടെ ചാനൽ ഡിലീറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുള്ള ടിപ്സാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വേറൊരു കാര്യം എന്ന് പറയുന്നത്, യൂട്യൂബ് ചാനലുള്ളവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴപ്പോഴും സബ്സ്ക്രൈബേഴ്സ് കൂടിയോ കമൻറ്റ് കൂടിയോ ലൈക്ക് കൂടിയോ എന്നൊക്കെ എടുത്തെടുത്ത് നോക്കുന്നുണ്ട്. ഈ പറയുന്ന ഞാനായാലും നോക്കുന്നുണ്ട്, അതില്ലെന്ന് പറയുന്നില്ല. അപ്പം നമ്മുടെ ഈ മെയിലിലാണ് ഇതിന് മെസ്സേജ് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെയിലിൽ നോക്കിയപ്പോൾ ഒരു മെസ്സേജ് വന്നു, ചാനൽ ഇത്രാം തീയതിക്കകത്ത് ഡിലീറ്റ് ആവും, അവിടെ നിങ്ങളുടെ ID പ്രൂഫ് ഒന്നെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തില്ല. പിന്നെയാണ് മനസ്സിലായത് സംഭവം ഉള്ളതാണെന്ന്. പക്ഷെ ഞാൻ എൻ്റെ ചാനൽ ഏറ്റവും കൂടുതൽ ഇടുന്ന വീഡിയോ എന്ന് പറയുന്നത് ഷോർട്ട് വീഡിയോ ആണ്. ഏറ്റവും കൂടുതൽ ഇടുന്നത്, ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത് ഷോർട്ട് വീഡിയോ ആണ്. പക്ഷേ എനിക്ക് അതിൽ മോണിറ്റൈസേഷൻ ആവില്ല. കാരണം അത് വാച്ച് അവേഴ്സ് കൂടില്ല. എത്ര ഷോർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്താലും അതിൽ വാച്ച് അവർ കൂടില്ല. വാച്ച് അവർ കൂടണമെങ്കിൽ ഫുൾ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യണം. അതും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ഈ ടിപ്സൊക്കെ ഞാൻ പറയുന്നതെന്ന് പറയുന്നത് പുതുതായി യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്ക് വേണ്ടിയാണ്. ഷോർട്ട് വീഡിയോയ്ക്ക് വ്യൂസ് കൂടുതലാണ്, പക്ഷേ വാച്ച് അവർ കൂടില്ല. അതേപോലെ മോണിറ്റൈസേഷൻ ആണെങ്കിലും ഇത് കൂടുതലും വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 13 വയസ്സിന് മുകളിലാണ് നമ്മുടെ ഏജെങ്കിൽ 29 ദിവസത്തിനകത്ത് ചാനൽ ഡിലീറ്റ് ആയി പോയെങ്കിൽ നമുക്ക് ചാനൽ വീണ്ടെടുക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം, 29 ദിവസം കഴിഞ്ഞ് ചാനൽ ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച എൻ്റെ ചാനൽ തിരിച്ചു കിട്ടുമെന്നാണ്. പക്ഷേ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം, മെസ്സേജ് വരുന്നതെന്ന് പറയുന്നത് യുവർ അക്കൗണ്ട് വിൽ ബി ഡിലീറ്റഡ് ഇൻ 29 days എന്ന് പറഞ്ഞ് മെസ്സേജ് വരും. അത്രയും ദിവസത്തിനകത്ത് വെച്ച് മെസ്സേജ് നോക്കിയിട്ട് നമ്മൾ റിപ്ലൈ കൊടുക്കാതെയോ അല്ലെങ്കിൽ നമ്മുടെ പ്രൂഫ് ആയിട്ടുള്ള ഇമെയിൽ ID ഫോൺ നമ്പറോ അയച്ചു കൊടുക്കാതെ OTP എല്ലാം കറക്റ്റ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഡിലീറ്റ് ആയി പോകും. അപ്പോൾ പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് തൽക്കാലം യൂട്യൂബ് ചാനൽ ഉള്ളവരും ഇത് നോക്കിക്കോ. അപ്പോൾ ഫ്രണ്ട്സ്, കൂടുതലൊന്നും പറയില്ല. ഞാൻ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് ഫോളോ അടിച്ച് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അടുത്ത് ഞാൻ കാണിക്കുന്നത് കാട്ടാക്കടയിലുള്ള ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഓട്ടോമൊബൈൽ ഷോപ്പാണ്. കാട്ടാക്കട മലയങ്കയാണ് ലൊക്കേഷൻ. ഞാൻ ചെയ്യുന്ന വർക്കെന്ന് പറയുന്നത് സ്പ്രേ പെയിൻറ്റിംഗ് ആണ്. ഞാൻ അതിൻ്റെ ഫുൾ ലൊക്കേഷനും കാര്യങ്ങളും അവിടുത്തെ വർക്കും കാര്യങ്ങളും എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ശരി ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, എന്നാൽ ബൈ.